ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ നമുക്കും കിട്ടിയിരിക്കുകയാണ് ഗോയ്സ് പുതിയ ബഡ്സ് 3 പ്രോ. പെട്ടിക്കുള്ളിൽ വരുന്നത് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഇയർ ടിപ്പ്, ബുക്കും പേപ്പറും, ദ ന്യൂ ഗാലക്സി ബഡ്സ് 3 പ്രോ. ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രോയും ബഡ്സ് പ്രോയൊക്കെ 1 പ്രോയൊക്കെ വരുന്ന ഇങ്ങനെ ഒരു ഷേപ്പിലായിരുന്നു. ഇതിന്റെ എൻറ്റയർ ഡിസൈൻ സാംസങ് മാറ്റിയിട്ടുണ്ട്. പുതിയ നമ്മുടെ ആപ്പിൾ എയർപോർട്ടിനൊക്കെ പോലെ തന്നെയുള്ളൊരു കേസ്, ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കേസ്, ഓപ്പൺ ലിഡൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചാർജിങ്ങിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ താഴത്തായിട്ടാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു പെയറിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബഡ്സിന്റെ എൻറ്റയർ ഡിസൈൻ, ബ്യൂട്ടിഫുൾ ഡിസൈൻ, ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഈ ബഡ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം കണ്ടോ, ഇവിടെ ലൈറ്റ് മിന്നി തെളിയുന്നു. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു സ്റ്റെം ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന് ഒരു അഡ്വാൻറ്റേജ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഒരു സ്റ്റെം ഡിസൈൻ ആക്കിയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വോയിസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. മറ്റേ പ്രീവിയസ് വേർഷനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വോയിസ് ക്യാച്ച് ചെയ്യും. ഇവിടെയാണ് ഇതിന്റെ മൈക്ക് കൊടുത്തിരിക്കുന്നത്. 2 ഇയർബഡ്സിന്റെയും ഈ താഴെയായിട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലായിട്ട് ഒരു 2-way സ്പീക്കേഴ്സും നോയിസ് ക്യാൻസലേഷൻ സെറ്റപ്പും, പിന്നെ ഇവിടെ ആയിട്ടൊരു ഇയർ ടിപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്ലേഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ മറ്റു പ്രോഡക്റ്റിലേക്ക് ചെയ്തിട്ടുള്ള പോലെ തന്നെയുള്ള AI സപ്പോർട്ടഡ് കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. ലിഡ് തുറക്കുമ്പോൾ തന്നെ സാംസങ് ഡിവൈസിലേക്ക് അപ്പം തന്നെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പെയർ ആവും. നമ്മുടെ ആപ്പിൾ ഇക്കോസിസ്റ്റം പോലെ തന്നെ ഇപ്രാവശ്യം AI സപ്പോർട്ടോടുകൂടി സാംസങ്ങും ഇക്കോസിസ്റ്റം അതിൽ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് സാംസങ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന വോയിസ് ക്ലാരിറ്റി ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വോയിസ് ക്ലാരിറ്റിയാണ് ഇതിൽ വരുന്നത്. 24 ബിറ്റ്സിന്റെ കൊടക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവറി നോട്ട്സ്, നമ്മൾ കേൾക്കുന്ന മ്യൂസിക്കിന്റെ ഈച്ച് ആൻഡ് എവറി നോട്ട്സ് നമുക്ക് അത്ര ഫീൽ ചെയ്തിട്ട് ആസ്വദിക്കാൻ കഴിയും. പിന്നെ AI സപ്പോർട്ടഡ് നോയ്സ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സാംസങ് ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 1-2 സംഭവങ്ങളുണ്ട്. അതായത് സൈറൻ ഡിറ്റക്ഷൻ. പിന്നെ USB ടൈപ്പ് C ആണ് ഇതിലെ ചാർജിങ് കേബിൾ വരുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലെ സ്പീക്കേഴ്സ് 2-way സ്പീക്കേഴ്സ് വിത്ത് 2 ആംപ്ലിഫയറിന്റെ ഒരു സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചുകൂടിയൊക്കെ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഈ നമ്മുടെ പുതിയ ബഡ്സ് 3 പ്രോയിൽ. പിന്നെ സാംസങ്ങിന്റെ തന്നെ ഗാലക്സിയുടെ നോർമൽ മറ്റ് ഡിവൈസിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള AI സപ്പോർട്ടഡിൽ വരുന്ന ഒരു ഫീച്ചറാണ്. ഇതിൽ AI തന്നെ നമ്മളുടെ ഇയർ ഷേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഒരു ഔട്ട്കം. പിന്നെ ഇതിൽ അഡാപ്റ്റീവ് നോയിസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഇതിലെ 360-degree വോയിസ് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോയിരിക്കത്തില്ല, ആ ഒരു എക്സ്പീരിയൻസ് 360 സൂപ്പർബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പഞ്ചി ബേസും അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി നോട്ട്സിന്റെ സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ വോയിസ് കമാൻഡ്, ബിഗ് സ്പീഡ് തന്നെ വോയിസ് കമാൻഡ് ഒക്കെ സപ്പോർട്ടഡ് ആണ്. IP57 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.4 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. വെയിറ്റ് നോർമൽ വെയിറ്റ് ആണ്, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. 5.4 grams ആണ് ഇതിൽ ബഡ്സിന്റെ വെയിറ്റ് വരുന്നത്. 46.5 gram ആണ് ഇൻക്ലൂഡിങ് ബഡ്സും ഇതിന്റെ കേസും കൂടി വരുന്ന ആ ഒരു വെയിറ്റ്. അത്യാവശ്യം നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു നൈസ് ഡിസൈൻ ആണ്. കോമ്പാക്റ്റബിൾ ആണ്. ഒതുങ്ങിയ ഒരു ഇതിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 കളർ വേരിയന്റ് ആണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വൈറ്റ് ആണ്. ഇത് കൂടാതെ ഒരു ഗ്രേ കളർ വരുന്നുണ്ട്. മെയിൻ അട്രാക്ട് ചെയ്യുന്ന സംഭവം വെച്ചാൽ ഇതിന്റെ ഒരു ബ്ലേഡ് ലൈറ്റ്സ് ആണ്. ഔട്ട്ഡോഴ്സിലൊക്കെ മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട്സ് എവിടെയെങ്കിലും മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു അലാം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ പെയർ ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ജസ്റ്റ് ഇത് ലിഡ് തുറന്നാൽ മതി. ആണോ, സാംസങ് ടു സാംസങ് ഡിവൈസസിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് കണക്ട് ആവും. പിന്നെ വരുന്ന ഒരു ഫീച്ചറാണ് സൗണ്ട് ക്വാളിറ്റി എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 360 ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ 360 എക്സ്പീരിയൻസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇക്വലൈസർ കൊടുത്തിട്ടുണ്ട്. ഇക്വലൈസർ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇയർബഡ്സ് ജസ്റ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഇതിൽ ഫിറ്റ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നിയർ ഡിറ്റക്ഷൻ നടക്കും. കുളു സൗണ്ടൊക്കെ കേൾക്കും. ആ സമയത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ നടന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൽ 2 ബഡ്സ് ഫിറ്റ് ആണോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, നെക്ക് സ്ട്രെച്ച് റിമൈൻഡർ എന്നൊരു സാധനം. നമ്മളിപ്പോൾ ഈ ഗെയിമിംഗ് മോഡിലൊക്കെ ഇട്ടിട്ട് കുറേ നേരം നമ്മളിങ്ങനെ ഗെയിം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നെക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു റിമൈൻഡർ
അത് AI തന്നെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമ്മളോട് പറയും അതിൻ്റെ നെക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബഡ്സിൻ്റെ ബാറ്ററി 53 mAh ബാറ്ററിയാണ് ബഡ്സിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേസിൽ വരുമ്പോഴേക്കും ഈ കേസിൻ്റെ ബാറ്ററി വരുന്നത് 515 mAh ആണ്. സോ ഇതിൻ്റെ MRP വരുന്നത് 20,000 ആണ്. 19,999 ഇതിൻ്റെ MRP. പിന്നെ പ്ലസ് അതിൽ ഓഫേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാംസങ്ങിൻ സ്മാർട്ട് കഫേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ സ്മാർട്ട് കഫേയോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫിറ്റാണ്, നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം ലൂസൊന്നുമല്ല, കറക്റ്റ് ഫിറ്റാണ്. നോയ്സ് ക്യാൻസലേഷനും ആംബിയൻസ് മോഡും ഒക്കെ അതൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് സൗണ്ടിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ തന്നെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ബഡ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ സ്വൈപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് കൂടുകയും കുറയുകയും ചെയ്യും. ഇവിടെയായിട്ട് പിഞ്ച് ചെയ്താൽ മതി. കോള് ആൻസർ ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പ്ലേ ആൻഡ് പോസ് ട്രാക്സ് അങ്ങനെയുള്ള കുറേ കൺട്രോൾസ് ഒക്കെ വരുന്നത് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഈ ബഡ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും. ബഡ്സ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആപ്ലിക്കേഷൻ വരണം എന്നുള്ളത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ബഡ്സിൻ്റെ കേസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ 2 ബഡ്സിൻ്റെയും ഈ ടച്ച് പാഡിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആവും. കാരണം 2 ലൈറ്റും ഓണായി. നൈറ്റ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോ ഓഫ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇത് എവിടെയെങ്കിലും മിസ്സാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ആ സമയത്ത് ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇരുട്ടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഈ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കിതിൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഇത് മിസ്സായി കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വേറൊരു സംഭവമുണ്ട്. നമുക്കിത് ഇപ്പോൾ എവിടെയെങ്കിലും മിസ്സാവുകയാണെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ത്രൂ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ബഡ്സ് 3യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ സാംസങ്ങിൻ്റെ ഒരു ബ്ലേഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തേക്കല്ലേ, നമുക്ക് ഈ ലൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇയർബഡ് കൺട്രോളിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനിൽ. അത് സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഇങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ബ്ലിങ്കിങ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ല. ഫെയ്ഡ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ ആ ഒരു ഓപ്ഷനിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് കസ്റ്റമൈസിങ് മോഡ് ഇതിൽ ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും ഇങ്ങനെ ഒരു സംഭവം. നമ്മൾ ഈ നത്തിങ്ങിൻ്റെയൊക്കെ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് സാംസങ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ S22 അൾട്രയാണ്. പക്കയായിട്ട് ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ പെയറിംഗ് ഇഷ്യൂസോ ഒന്നും എനിക്കിതുവരെ ഒന്നും യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടില്ല. ഇതൊക്കെയാണ് ബഡ്സ് 3 Pro ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ.